ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടി തീരുമാനിക്കാൻ സിപിഐഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നാളെ ചേരാനിരിക്കെ യുവതീ പ്രവേശനത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാർ. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ തന്നെയും ADGP S ശ്രീജിത്തിനെയും ബോധപൂർവ്വം മാറ്റി നിർത്തിയെന്ന് അടുത്ത സുഹൃത്തുക്കളോട് പത്മകുമാർ വെളിപ്പെടുത്തി. ആത്മകഥയിൽ സ്വർണ്ണക്കൊള്ള വിഷയത്തിലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നാണ് പത്മകുമാർ പറയുന്നത്. ആത്മകഥ CPIM-നെ ബാധിക്കില്ലെന്നാണ് നേതാക്കളുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും പ്രതികരണങ്ങൾ കാണാം. ഇന്നത്തെ കാലത്ത് ആത്മകഥ എഴുതുന്ന ഒരു പുതുമയുള്ള കാര്യമില്ലല്ലോ. പലരും ആത്മകഥ എഴുതുന്നുണ്ടല്ലോ, അത് എഴുതട്ടെ. പക്ഷേ ഞങ്ങളെ പാർട്ടിയുടെ കാര്യമെന്ന് പറയുന്നത് പാർട്ടി ആലോചിക്കേണ്ട കാര്യങ്ങൾ പാർട്ടി ആലോചിക്കും. ആ ആലോചനയുടെ ഭാഗമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ തീരുമാനമായിട്ട് വരികയും ചെയ്യും. അതിനിതൊന്നും ബാധകമായിട്ട് വരുന്ന കാര്യമല്ല. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇപ്പോഴ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ഘട്ടത്തിൽ എല്ലാ ചുമതലകളിൽ നിന്നും എല്ലാ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലില്ല. സംഘടനാപരമായ നടപടി സ്വീകരിക്കേണ്ടത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റി ആവശ്യമായ സംഘടനാ നടപടി സ്വീകരിക്കും എന്നിപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം പോലെ മാധ്യമങ്ങളോട് തന്നെ വിശദീകരിച്ച കാര്യമാണ്. അതിനപ്പുറത്ത് അദ്ദേഹം പറയുന്ന കാര്യത്തിന് മറുപടി പറയേണ്ട കാര്യമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ജിബിൻ JB ആണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്തും ചേരുന്നത്. ജിബിൻ, എ പത്മകുമാറിന്റെ ആത്മകഥ എഴുതാൻ പോകുന്നു, അതിൽ പല വെളിപ്പെടുത്തലുകളും ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. അത് സുഹൃത്തുക്കളോട് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിലും ഒപ്പം തന്നെ ADGP ആയിരുന്ന ശ്രീജിത്തിനെയും അവിടെ നിന്ന് ബോധപൂർവ്വം മാറ്റി എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ ചില സുഹൃത്തുക്കളോട് പറഞ്ഞു എന്നതാണ് വിവരം. അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുസ്തകം അത് ആത്മകഥാരൂപത്തിൽ വരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ CPM പറയുന്നു ഏത് പുസ്തകം വേണമെങ്കിലും വരട്ടെ എന്നുള്ളതാണ്. എന്താണ് പത്മകുമാറിന്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ, ജിബിൻ? പ്രജിനി, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊന്നും തന്നെ എ പത്മകുമാറിനെതിരെ ഒരു നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമാണ് സംസ്ഥാന കമ്മിറ്റി തന്നെ ജില്ലാ കമ്മിറ്റിയോട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ തന്നെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ വെച്ച പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരികയൊക്കെ ചെയ്തത്. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഒരു പുതിയ വാർത്ത പുറത്തുവന്നത്. അതായത് പത്മകുമാർ തന്റെ ചില അടുത്ത സുഹൃത്തുക്കളോട് ചില കാര്യങ്ങൾ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നത്. ഇതിൽ പറയുന്നത് പ്രകാരം ഈ ശബരിമലയിൽ സന്നിധാനത്ത് യുവതികൾ പ്രവേശിക്കുന്ന ദിവസം തന്നെയും അതുപോലെ ADGP S ശ്രീജിത്തിനെയും മനഃപൂർവ്വവും ബോധപൂർവമായി സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നാണ് പത്മകുമാർ അടുത്ത സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2019 മകരവിളക്കിന്റെ ഈ സമയത്ത് പത്മകുമാർ ശബരിമലയിലേക്ക് പോകുന്ന വഴിയാണ് തലസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും അതുപോലെ സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഉന്നതന്റെ ഓഫീസിൽ നിന്ന് തന്നോട് അതിവേഗം തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തണമെന്നുള്ള ഒരു നിർദ്ദേശം പത്മകുമാറിന് ലഭിച്ചുവെന്നാണ് അദ്ദേഹം സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പ്രകാരം പത്മകുമാർ അന്ന് രാത്രിയോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് എത്തിയെങ്കിലും ആ ഉന്നതനെ കാണാൻ സാധിച്ചില്ല. പക്ഷേ അടുത്ത ദിവസം രാവിലെ 5 മണിയോടുകൂടി ഈ ഉന്നതനെ കാണുന്നതിന് വേണ്ടി വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്താണ് ഇദ്ദേഹം ഇക്കാര്യം അറിയാം. അതായത് ശബരിമലയിൽ ഈ യുവതികൾ പ്രവേശിച്ചു എന്നുള്ള ബിന്ദു അമ്മിണി കനകദുർഗ ഉൾപ്പെടെയുള്ളവർ ശബരിമല സന്നിധാനത്ത് പ്രവേശിച്ചു എന്നുള്ള വാർത്ത താൻ 5 മണിയോടുകൂടിയാണ് വാർത്തയിലൂടെ അറിയുന്നത്. അങ്ങനെ ഈ ഉന്നതനെ നേരിട്ട് പോയി കണ്ട് തന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്ന് പത്മകുമാർ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു ഉന്നതനോട് നേരിട്ട് പറഞ്ഞു എന്നുള്ള ഒരു കാര്യമാണ് പത്മകുമാർ ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ വിവരങ്ങൾ മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പത്മകുമാറിന്റെ പുസ്തകം ഉടൻ തന്നെ പുറത്തു വരുമെന്നുള്ള ഒരു വിവരങ്ങൾ കൂടി പറയുന്നു. പക്ഷേ ഇതൊന്നും തന്നെ പാർട്ടി ഇപ്പോൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. കാരണം പാർട്ടി എന്തായിരുന്നാലും പത്മകുമാറിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നടപടി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പത്മകുമാറിന്റെ സമ്മർദ്ദതന്ത്രം മാത്രമാണ് ഇതെന്ന് പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ഉറ്റുനോക്കുന്നത് പത്മകുമാർ വിരൽ ചൂണ്ടുന്ന ഉന്നതൻ ആരെന്നുള്ളതാണ്. കാരണം പത്മകുമാറിനെയും അതുപോലെ തന്നെ ADGP ശ്രീജിത്തിനെയും ഈ യുവതികൾ പ്രവേശിക്കുന്ന സമയത്ത് മനഃപൂർവ്വം സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഒരു ഉന്നതൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഉന്നതന് പാർട്ടിയുമായും സർക്കാരിനുമായും അടുത്ത ബന്ധമാണ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് പത്മകുമാർ പറയുന്നത്. അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളിയാക്കിയത് മറ്റാരുമാണ്, തന്നോട് നിർബന്ധിച്ചാണ് ഒപ്പിടിയിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ
പത്മകുമാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോൾ ജിബിൻ, മുൻപ് തന്നെ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ശേഷം നേതൃത്വവുമായി അല്പം അകൽച്ചയിലായിരുന്നു പത്മകുമാർ. അദ്ദേഹം ആ നിലയിൽ തന്നെ ചില പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ ഈ സുഹൃത്തുക്കളോട് പറഞ്ഞു എന്ന നിലയിൽ തന്നെ സമാനമായ ചില വിവരങ്ങൾ വരികയും ഒക്കെ ചെയ്യുകയും ഉണ്ടായിരുന്നു. പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ട ഘട്ടത്തിലൊക്കെ പത്മകുമാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, ചില ചെറിയ ചെറിയ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ നിലവിൽ ഈ സാഹചര്യത്തിൽ പത്മകുമാറിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതായിരിക്കണം CPIM ഈ വിഷയത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാകാമല്ലേ എന്ത് സംഭവിച്ചാലും ആത്മകഥയിൽ എന്തു പറഞ്ഞാലും തങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല എന്ന നിലപാടിലേക്ക് അവർ എത്തുന്നത്. അത് തന്നെയാണ്. പക്ഷേ ഈ ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമയത്ത് ഒരു പരസ്യ നിലപാട് സ്വീകരിച്ച ആളാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ. തന്റെ കുടുംബത്തിലെ യുവതികൾ ആരും തന്നെ ശബരിമല ദർശനത്തിന് എത്തില്ല എന്ന് പരസ്യമായി അദ്ദേഹം അന്ന് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇതിനുശേഷം തന്നെ പാർട്ടിയുടെ പല ഘട്ടങ്ങളിലായി ഒരു സമീപനം, പാർട്ടിയും പത്മകുമാർ തമ്മിലുള്ള ഒരു ബന്ധം പല രീതിയിൽ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട പത്മകുമാറിന് ഇതിൽ പങ്കുണ്ട്. അതായത് സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളിയാക്കിയത് അത് പത്മകുമാറിന്റെ ഒരു ഒപ്പുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടായതെന്ന് വിവരങ്ങളൊക്കെ പുറത്തു വന്ന സമയത്തും പാർട്ടി പത്മകുമാറിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും ഒക്കെ ഇന്ന് പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോഴും അന്ന് പാർട്ടി സെക്രട്ടറി എടുത്ത നിലപാടെന്ന് പറയുന്നത് ഒരു കേസ് വന്നതുകൊണ്ട് ആരെയും കുറ്റക്കാരനാക്കാൻ സാധിക്കില്ല, അത് കോടതിയിൽ തെളിയട്ടെ എന്നുള്ള ഒരു നിലപാട്. അതായത് പത്മകുമാറിനെ ഡയറക്റ്റായി തന്നെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് അന്ന് പാർട്ടി സെക്രട്ടറി തന്നെ തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പാർട്ടി പത്മകുമാറുമായി അകൽച്ചയിലാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ MV ഗോവിന്ദന്റെ ഈ ഇന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം പറയുന്നത്. കാരണം ആ ഘട്ടത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങുന്നു, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. ഈ ഘട്ടത്തിലൊക്കെ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പാർട്ടി ജനങ്ങളുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.